കൂട്ടുകാരെ, ഇതുകൊണ്ട് ഞാനിപ്പോൾ അരിയും ഉഴുന്ന് അരച്ച് വയ്ക്കാൻ പോവാം. നാളെ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ എങ്ങനെ അരയ്ക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരൂ കമൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരെ നല്ലോണം അരച്ചിട്ടുണ്ട്. അരി മാത്രമായത് കേട്ടോ. അങ്ങനെ പച്ചരി അരച്ച് കഴിഞ്ഞ് രാവിലെ ഒരു 10 മണി ആയപ്പോഴാണ് ഈ അരിയും ഉഴുന്ന് വെള്ളത്തിലിട്ടത്. ഇപ്പോൾ സമയം വൈകിട്ട് 6:40 ആയേ. ഇനിയിപ്പോൾ അരച്ച് വയ്ക്കാം. രാവിലെ പിള്ളേർക്കൊക്കെ കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇത് കറുത്ത ഉഴുന്നാണ്. എൻ്റെ അമ്മ കൊടുത്തു വിട്ടതാണ് വീട്ടിൽ നിന്ന്. കറുത്ത ഉഴുന്ന് ജാറിനകത്താക്കി ഒന്ന് പൊട്ടിച്ചെടുക്കുക. ജാറിനകത്തൊന്ന് ക്രഷ് ചെയ്താൽ അപ്പോൾ ഇങ്ങനെ ആയി കിട്ടും. മുഴുവനുള്ള ഉഴുന്നായിരുന്നു, കറുത്ത ഉഴുന്ന്. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ഗുണങ്ങളുണ്ട്. മറ്റേ ഉഴുന്നിനേക്കാളും, വെള്ള ഉഴുന്നിനേക്കാളും ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന്. കല്ലൊക്കെ ഉണ്ട്, നല്ലോണം ഇടഞ്ഞെടുത്താൽ നല്ല ഗുണമുള്ളതാണ്. കൂട്ടുകാരെ, അങ്ങനെ ഇതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കറുത്തത് കിടന്നെന്ന് വെച്ച് കുഴപ്പമില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതുകൊണ്ട് ഇത് 1 ഗ്ലാസ് ഉഴുന്നുണ്ട്, 3 ഗ്ലാസ് പച്ചരിയാണ്. ഇത് നല്ലോണം അരച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ ഉഴുന്നും അരച്ചിട്ടുണ്ട് കൂട്ടുകാരെ. ഉണ്ടോ, നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. അരി അരച്ച അതിനകത്ത് കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി വെക്കാൻ പോവുക. കണ്ടോ, ഉഴുന്നും അരി അരച്ച ജാറിനകത്ത് വെള്ളം നല്ലോണം കഴുകി അതിനകത്ത് മിക്സ് ആക്കാൻ പോകും കറക്റ്റ് അളവിന്. കൂട്ടുകാരെ, അപ്പം അരി ഉഴുന്ന് അരച്ചിട്ടുണ്ട്. കറക്റ്റ് വെള്ളം ചേർത്ത് ഇനി അടച്ചു വെച്ചാൽ മതി. രാവിലെ എടുക്കാൻ നേരം ആവശ്യത്തിന് ഉപ്പ് വെച്ച്, ദോശയാണെങ്കിൽ ദോശ, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, ഇനി അങ്ങനെ എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യുന്നത് കമൻറ്റിൽ പറയണേ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.